إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ശ്രദ്ധയോടും തഖ്വയോടും കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിന് നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവന്റെ ഉത്തമ അടിയാറുകളായി ജീവിക്കുവാൻ അവസരം നൽകിയ ഏറ്റവും നല്ല ഭാഗ്യം ലഭിച്ചവർ. നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ പാരത്രികമായ വിജയത്തിനു വേണ്ടി പല രൂപത്തിലുള്ള പരിശ്രമങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദുനിയാവിലെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഏത് രൂപത്തിലാണ് ആ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് എന്നും കൃത്യമായ മാർഗദർശനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം, ആ ജീവിതത്തിൽ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാറില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. പക്ഷെ ആ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെയും ആ മനുഷ്യന്റെ സംസ്കാരത്തെയും ആ മനുഷ്യന്റെ സ്വഭാവ മഹിമയെയും പ്രകീർത്തനം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ മറ്റുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദീൻ നമ്മളോട് കൽപ്പിച്ചതായ ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും ചില സംസ്കാരങ്ങളും ചില മര്യാദകളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അനുധാവനം ചെയ്യാൻ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ രൂപത്തിലുള്ള പല മര്യാദകളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിണങ്ങി വരുമ്പോൾ മാത്രമാണ് ഒരു നല്ല മനുഷ്യനായി, വ്യക്തിത്വമായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ഈ നല്ല സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മുടെ സ്വഭാവങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും അത് പ്രതിഫലനം ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക്, മറ്റുള്ളവർക്ക് നമ്മെ ഇഷ്ടപ്പെടുകയും ചെയ്യുള്ളൂ. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്നതായ ചില മര്യാദകളെയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വിഷയം നാം മനസ്സിലാക്കണം, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവനെ സന്ദർശിക്കണം, അവനെ ദർശിക്കണം എന്നുള്ളതാണ് ഇസ്ലാമികപരമായ മര്യാദ. ഒരു കാര്യത്തെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഏതുപോലെ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി തൽഖിൻ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും, അതല്ലെങ്കിൽ പ്രസന്നവദനായ രൂപത്തിൽ നിങ്ങൾ മറ്റൊരാളെ കണ്ടുമുട്ടുന്നത് പോലും നിസ്സാരമായി കാണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ സഹോദരനെ നോക്കി പുഞ്ചിരിക്കുന്നത് എന്താണ്? സ്വതക്കയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന. ആളുകൾക്ക് ഗർവ, ഒരാളെ നോക്കി പുഞ്ചിരിക്കുക എന്ന് പറയുമ്പോൾ, ചിരിതൂകുന്ന മുഖത്തോടുകൂടി ഒരാളെ സമീപിക്കുക എന്ന് പറയുമ്പോൾ അതെന്തോ വല്ലാത്തൊരു കുറച്ചിലായി കാണുന്ന ഒരു സമുദായത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അന്യ സ്ത്രീകളെയും പുരുഷന്മാരെയും നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ മര്യാദ. മറിച്ച് ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ അവളെ നോക്കി അവനെ നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് ഇസ്ലാമികപരമായ മര്യാദയാണ്. നാം മനസ്സിലാക്കണം, പുഞ്ചിരിച്ചത് കൊണ്ട് മാത്രം ആ ബാധ്യത അവിടെ പൂർത്തീകരിക്കുകയില്ല. ഇതൊരു പ്രത്യേകമായ ഒരു കൃത്യമായ 2-3 കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ മാത്രമാണ് അതിന്റെ മര്യാദകൾ പൂർത്തിയാവുകയുള്ളൂ. നമ്മുടെ സഹോദരനെ നോക്കി ഒന്നാമതായി നമ്മൾ പുഞ്ചിരിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ അവനെ കാണുമ്പോൾ സലാം പറയുക. മുസ്ലിമായ സഹോദരനാണ്, സുഹൃത്താണ്, മുസ്ലിമായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവനെ നോക്കുകയും അവനോട് സലാം പറയുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈറു, നബിയെ ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുത്ഇമി ത്വആം, നീ ഭക്ഷണം കൊടുക്കലാണ്, വതഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ളവനും പരിചയമില്ലാത്തവനെയും കാണുമ്പോൾ ആരുമായിക്കൊള്ളട്ടെ കാണുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി അവനോട് സലാം പറയലുമാണ് ഇസ്ലാമിലെ ഏറ്റവും നല്ല 2 കാര്യങ്ങൾ എന്ന് പഠിപ്പിക്കുക. നമുക്ക് നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്ന വിഷയം നമ്മുടെ സ്വഭാവത്തെ തന്നെ, നമ്മുടെ പെരുമാറ്റത്തെ തന്നെ, നമ്മുടെ സംസ്കാരത്തെ തന്നെ മാറ്റിക്കളയുന്ന, വ്യക്തിത്വത്തെ തന്നെ മാറ്റിക്കളയുന്ന ഒരു വല്ലാത്ത പ്രതിഫലനം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് സലാം പറയുക എന്നുള്ളത്. ഈ സലാം പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. ചെറിയവർ വലിയവരോട്, മുതിർന്നവരോട് സലാം പറയണം. ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം. യാത്ര പോകുന്നവൻ അവിടെയുള്ളവരോട് സലാം പറയണം. ഒരു സദസ്സിലേക്കോ വീട്ടിലേക്കോ റൂമിലേക്കോ ക്ലാസ്സുകളിലേക്കോ കടന്നു വരുന്നവൻ അവിടെയുള്ളവരോട് സലാം പറയണം. നടന്നു പോകുന്നവൻ അവിടെ ഇരിക്കുന്നവരോട് സലാം പറയണം. ഇങ്ങനെയാണ് സലാമിന്റെ മര്യാദകൾ വരുന്നത്.
അത് മാത്രമല്ല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടി, അപ്പോൾ അവനോട് സലാം പറഞ്ഞു, അവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞുപോയി, അതിനുശേഷം ഏതെങ്കിലും ഒരു ഭിത്തിയോ മരമോ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങൾക്ക് ശേഷമോ സമയത്തിന് ശേഷമോ വീണ്ടും അവനെ നിങ്ങൾ കണ്ടുമുട്ടാണ്, അതായത് നിങ്ങൾക്കും അവനക്കുമിടയിൽ ഒരു മറ രൂപപ്പെട്ടു, ആ മറയ്ക്ക് ശേഷം വീണ്ടും നിങ്ങൾ അവനെ കണ്ടുമുട്ടിയാൽ അപ്പോഴും നിങ്ങൾ അവനോട് സലാം പറയണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി, രണ്ടുപേർ കണ്ടുമുട്ടി ചിരിച്ചുകൊണ്ട് കൈകൊടുത്തു സലാം പറഞ്ഞു, അതുപോലെ തന്നെ അവനോട് കൈ കൊടുത്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ, ആ കൈ പിൻവലിച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്ന് വർത്തമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്നത് വരെ നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, നിസ്സാരമായ കാര്യമല്ല. സലാം പറയുക എന്ന് പറയുമ്പോൾ പലർക്കും ഇന്ന് മടിയായിക്കൊണ്ടിരിക്കുക. നമ്മുടെ സംസ്കാരത്തിൽ നമ്മെ പഠിപ്പിക്കപ്പെട്ട മര്യാദകളിൽ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് സലാം പറയുന്നതിന് ഇത്രത്തോളം പുണ്യമുണ്ട്. ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്നത് സദഖയാണ്, കൈ കൊടുത്തുകൊണ്ട് സലാം പറയുന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അങ്ങനെ കൈ കൊടുത്ത് സലാം പറഞ്ഞ് വർത്തമാനങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് അവനിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്നത് വരെ നിങ്ങളുടെ പാപങ്ങളൊക്കെ അതിലൂടെ പുറത്തു തരുമെന്നുള്ളത് ഇസ്ലാമിന്റെ മര്യാദയാണ്, സംസ്കാരമായി പഠിപ്പിക്കപ്പെട്ടതാണ്, ഇത്രത്തോളം പ്രതിഫലമുള്ളൊരു വിഷയമാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, മര്യാദ എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായൊരു വിഷയം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ഒരു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്കോ നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടിലുള്ളവരോട് അനുവാദം ചോദിക്കുകയോ അവർക്ക് സലാം പറയുകയോ ചെയ്യാതെ നിങ്ങളുടെ വീടാകട്ടെ മറ്റുള്ളവരുടെ വീടാകട്ടെ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ മര്യാദകളൊന്നും നമുക്കറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നവർ എത്ര പേരുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടിലുള്ളവരോട്, ഉപ്പയോട്, ഉമ്മയോട്, സഹോദരങ്ങളോട്, കൂടപ്പറപ്പുകളോട്, ഭാര്യമാരോട്, മക്കളോട് നമ്മൾ സലാം പറയാറുണ്ടോ? വീട്ടിൽ കയറുന്നു ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവിടെയുള്ളവരോട് നമ്മൾ സലാം പറയണം. നമ്മുടെ വീടാണെങ്കിൽ, മറ്റുള്ള വീടുകളാണെങ്കിലും കുടുംബക്കാരുടേതാകട്ടെ, കൂട്ടുകാരുടേതാകട്ടെ, അയൽക്കാരുടേതാകട്ടെ, പരിചയമുള്ള വീടാകട്ടെ, പരിചയമില്ലാത്ത വീടാകട്ടെ, ഇസ്ലാമിക മര്യാദ എന്ന് പറയുന്നത് പുറത്തു നിന്നുകൊണ്ട് ആദ്യം സലാം പറയുക, കോളിംഗ് ബെല്ലടിക്കുക. അത് കഴിഞ്ഞ് അവരാരെങ്കിലും വരികയാണെങ്കിൽ ഉറക്കെ സലാം പറയണം, അവർ കേൾക്കുന്ന രൂപത്തിൽ, ഇന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതെന്താണെന്നറിയോ? പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക്, അതല്ലെങ്കിൽ കൂട്ടുകാരുടെ വീടാകട്ടെ, ആരുടെയും വീടാകട്ടെ, നമ്മുടേതല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാതിൽ തുറക്കുമ്പോൾ ആദ്യം നമ്മെ കാണുന്ന രൂപത്തിൽ വാതിലിന്റെ തൊട്ട് മുൻവശത്തായി നമ്മൾ നിൽക്കാൻ പാടില്ല. നേരെ പോയി കോളിംഗ് ബെൽ അടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ മുൻവശത്ത് നിന്നൊരല്പം ഏതെങ്കിലും ഒരു ദിശയിലേക്ക്, ഭാഗത്തേക്ക് നമ്മൾ മാറി നിൽക്കണം. എന്നിട്ട് പുറം തിരിഞ്ഞു നിൽക്കണം. അതായത് ആ വീട്ടിലുള്ളത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളാണ് വന്ന് വാതിൽ തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഏത് രൂപത്തിലാണ് അവർ വന്ന് വാതിൽ തുറക്കുക എന്ന് നമുക്കറിയാൻ പാടില്ല. അവർ വിചാരിക്കും അവരുടെ ഭർത്താവോ മക്കളോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നതാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓടി വന്ന് ചിലപ്പോൾ അവർ വാതിൽ തുറന്നേക്കാം. പക്ഷെ അവര് പ്രതീക്ഷിക്കാത്ത ആളാണ് പുറത്തു നിൽക്കുന്നത് എന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോ പരസ്പരം ഔറത്തുകൾ വെളിപ്പെടാതിരിക്കാൻ, പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ, പരിചയമില്ലാത്ത വീടാണെങ്കിൽ എന്ത് ചെയ്യുക? കോളിംഗ് ബെല്ലടിച്ച് നമ്മൾ മാറി നിൽക്കുക. അവർ വന്ന് തുറക്കുമ്പോൾ നമ്മളെ നേർക്ക് നേരെ കാണാൻ പാടില്ല. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഇത് പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ വസ്ത്രം ശരിയാക്കുവാനും അവർക്കൊന്ന് ഒരുങ്ങുവാനുമുള്ള സമയം നമ്മളവിടെ കൊടുക്കണം. അത് ഇസ്ലാമിന്റെ മര്യാദയാണ് എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഇന്ന് നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരുടെ വീടാണെങ്കിൽ നേരെ പോവുക, വാതിൽ ചവിട്ടി പൊളിക്കുക, അകത്ത് കിടക്കുക, അവിടെ കിടന്ന് ആർമാദിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു സമ്പ്രദായത്തിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ചെയ്യരുത്. സ്വന്തം വീടാണെങ്കിൽ പോലും മര്യാദകളുണ്ട്. നമുക്ക് ആ മര്യാദകൾ പാലിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ
വെറുതെ കിടന്ന് കെഞ്ചുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അനുവാദം ചോദിക്കുക എന്ന് പറയുന്നത് 3 പ്രാവശ്യം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്തിഇദാനു സലാസുൻ, നിങ്ങൾ 3 പ്രാവശ്യം അനുവാദം ചോദിക്കുക. ഫഇല്ലം ഉദിന ലക വഇല്ലാ ഫർജിഅ, നിങ്ങൾക്ക് അനുവാദം കിട്ടിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യ്, അനുവാദം കിട്ടിയില്ലേ അവിടെ നിന്ന് നിങ്ങൾ മടങ്ങിപ്പോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള വസ്തുവായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, എന്താണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ കൂട്ടുകാരന്റെ കയ്യിലുള്ള ഒരു കുപ്പി വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിലും അവനോട് ആ കാര്യം ചോദിച്ചിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അനുവാദമില്ലാതെ മറ്റൊരാളുടെ അവകാശത്തിലുള്ള ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ കൈകൾ ആ വിഷയത്തിൽ കടത്താൻ പാടില്ല എന്നുള്ളതാണ്. അനുവാദം ചോദിക്കാം. അനുവാദം ചോദിക്കൽ 3 പ്രാവശ്യം മാത്രം. ഒന്നല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ 3 സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി 3-ൽ കൂടുതൽ കിടന്ന് കെഞ്ചുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അനുവാദം കിട്ടിയെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകണം, മറ്റുള്ള മാർഗങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇസ്ലാമികപരമായ മര്യാദയിൽപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ നമുക്കിടയിൽ പതിവായി നടന്നു വരുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സദസ്സിലേക്ക് കടന്നു ചെന്നു. ആ കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ ഇട്ടിരിക്കുന്ന കസേരകളോ ഇരിപ്പിടങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. ചെറിയ മക്കളുണ്ടായിരിക്കും, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ടായിരിക്കും, ആരെങ്കിലും ഉണ്ടായിരിക്കും. തട്ടി വിളിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ സീറ്റിൽ കയറി ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിന്റെ മര്യാദ എന്ന് പറഞ്ഞാൽ, ഇദാ ഖാമ അഹദുകും മിൻ മജ്ലിസിഹി സുമ്മ റജഅ ഇലൈഹി ഫഹുവ അഹഖു ബി. അതായത് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുക, പക്ഷെ ആ സദസ്സിൽ സീറ്റിൽ ഒരാളുണ്ടാകും. അവൻ എന്തെങ്കിലും ഒന്ന് ബാത്റൂമിൽ പോകാനോ മൂത്രമൊഴിക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെള്ളം കുടിക്കാനോ വേണ്ടി എന്ത് ചെയ്തു, അവിടെ നിന്ന് ആ സദസ്സിൽ നിന്നൊന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അവൻ ഉടനെ തന്നെ അവിടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ എഴുന്നേറ്റ് പോകുന്ന ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ സീറ്റിൽ കയറി ഇരിക്കാൻ പാടില്ല. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ സീറ്റിന്റെ അവകാശം അവനക്കാണ്, നമ്മൾ എഴുന്നേറ്റ് മാറിക്കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാ, അവൻ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു പോവാ, ഞാൻ ഇപ്പൊ വരാം, നിങ്ങളൊന്ന് നോക്ക് എന്നൊക്കെ രൂപത്തില് ആ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളുടെ അവകാശത്തിലുള്ള ഇരിപ്പിടം അയാളുടെ അനുവാദമില്ലാതെ നമ്മൾ കടന്നിരിക്കാനോ അയാളെ എഴുന്നേൽപ്പിച്ചിട്ട് പകരം അവിടെ കയറിയിരിക്കാനോ പാടില്ല. ഇരിപ്പിടത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ ചെല്ലാണ്, ഇരിക്കാൻ സ്ഥലമില്ല, ആ സീറ്റ് നമ്മൾ വിശാലമാക്കണം, ഒന്ന് ഒതുങ്ങിയിരിക്കുക. ഒരാൾക്ക് കൂടി ഇരിക്കാൻ ചിലപ്പോൾ സാധിക്കും, അങ്ങനെ നോക്ക്. അങ്ങനെ ആ ആളുകളെ എന്ത് ചെയ്യാം, ഒതുക്കിയിരുത്തിയിട്ട് നമുക്ക് അവിടെ കയറിയിരിക്കാം. അതല്ലാതെ ഇരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവിടെ കടന്നിരിക്കാൻ പാടില്ല. ഒരാൾ എഴുന്നേറ്റ് പോയാൽ ചാടിക്കേറിയിരിക്കുക, പിന്നെ അയാൾ തിരിച്ചു വന്ന് സീറ്റ് അന്വേഷിക്കുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കാതെ അയാളെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ ഇങ്ങനെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുക എന്നുള്ളത് തെറ്റായ പ്രവണതയാണ്. ആ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ, ലാ യഹില്ലു ലിറജുലിൻ അൻ യുഫർരിഖ ബൈന ഇസ്നൈനി ഇല്ലാ ബിഇദ്നിഹാ. ഒന്നിച്ചിരിക്കുന്ന 2 ആളുകൾ അവർക്കിടയിൽ അവരുടെ അനുവാദമില്ലാതെ അവരെ തമ്മിൽ വേർപിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, 2 കൂട്ടുകാർ തമ്മിൽ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഏതെങ്കിലും പ്രധാനമുള്ള വിഷയങ്ങളായിരിക്കാം അവരവിടെ ഇരുന്നു കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളത് കാണുന്നു, ഓടിച്ചെന്നുകൊണ്ട് അവർക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി അവരുടെ സംസാരത്തെ ശല്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവിടെ കടന്നു ചെല്ലാം. ഇത് മര്യാദയല്ല, സംസ്കാരത്തിന് യോജിക്കുന്നതല്ല. നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കാം, ഏതെങ്കിലും പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കാം അവർ സംസാരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? സലാം പറയണം. ആ സലാം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ ചോദിക്കലാണ്. അവർ പറയാണ്, നീ കയറി വാ, അല്ലെങ്കിൽ നീ വാ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്കിടയിലേക്ക് ചെല്ലാം. അതല്ലാതെ അനുവാദം ചോദിക്കാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2 ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, 3 ആളുകൾ തോളത്ത് കൈയിട്ടുകൊണ്ട് ചായ കുടിക്കാൻ പോയി. അവരൊന്നിച്ചിങ്ങനെ നടന്നു പോവാ, 3 പേർ നടന്നു പോയി. ആ സമയത്ത് 2 ആളുകൾക്ക് എന്തോ ഒരു സ്വകാര്യം പറയാനുണ്ട്. ഇവര് തമ്മിൽ പരസ്പരം കുശുകുശുക്ക് എന്താ അവര് പറയുന്നത്? ഇവനുണ്ട്, ഇവനൊന്ന് ഒഴിവാക്ക്, എന്നിട്ട് വേണം നമുക്കത് പറയാൻ, ഇവൻ കേട്ടാ ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ പോയത് 3 ആളാണ്. പക്ഷേ ആ 3-ാമനെ, അതിലൊരുവനെ എന്ത് ചെയ്യാണ്, ഇവർ തന്ത്രപൂർവം ആ 3 പേരിൽ നിന്ന് പതുക്കെ ഒഴിവാക്കിയിട്ട് ഇവർ മാറി നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വകാര്യം പറയുന്നു. പാടില്ലാത്ത കാര്യമാണ്.
അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ അവനെ മാറ്റി നിർത്തി സ്വകാര്യം പറയണം എന്നുണ്ടെങ്കിൽ ഒരു കൂട്ടത്തിലേക്ക്, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് എന്ത് ചെയ്യുക, കടന്നു ചെല്ലുക. അപ്പൊ അവനക്ക് എന്തുണ്ടാകും, മറ്റുള്ള കൂട്ടുകാരെ കിട്ടും. അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് അവനക്ക് മറ്റൊരു കൂട്ടുണ്ടാകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, രണ്ടാളുകൾ മാറി നിന്ന് സലാം പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മര്യാദ. ഈ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കാരണം മൂന്നാമനെ അത് പ്രയാസപ്പെടുത്താൻ, അവന്റെ മനസ്സിന് വേദന ഉണ്ടാക്കാൻ അത് ചിലപ്പോ അങ്ങനെയായി പോയേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മര്യാദകൾ കൃത്യമായി നമ്മൾ പാലിക്കണം, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളെയും നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ സംസാരങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാ രൂപത്തിലും കൃത്യമായി സ്വഭാവ മഹിമയുണ്ടാക്കുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും കൃത്യമായ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയ്യത്തും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. പാരത്രികമായ വിജയം തന്നെയാണ് ആ ലക്ഷ്യം. നമ്മെ സംസ്കരിക്കുവാനും ആ വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും നമ്മെ എത്തിക്കുവാനും പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുള്ളൊരു മാർഗരേഖയാണ്, മാർഗനിർദ്ദേശങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുകയും പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് മുസ്ലിമിന്റെ മേലുള്ള നിർബന്ധമായ ബാധ്യതയാണ്. ഖുർആനിന്റെ നിർദ്ദേശങ്ങളെ മനഃപൂർവ്വം മറന്നുകളയുകയും വിസ്മരിക്കുകയും ഖുർആനിക കൽപ്പനകളോട് എതിര് പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായ ഗൗരവം കൊടുക്കാതെ നമുക്ക് തോന്നുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻക്ക് നാളെ ഇരുലോകത്തും പരാജയം മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം. അത് എത്താത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കാൻ ഒട്ടനേകം മാർഗങ്ങൾ നമുക്കിടയിലുണ്ട്. നമ്മുടെ വിരൽത്തുമ്പുകളിൽ തന്നെ, കൈകളിൽ തന്നെ എന്തുണ്ട്, ഖുർആൻ പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഞാൻ ഈ വാക്കുകൾ പറയാൻ കാരണം, ഖുർആൻ പഠിക്കാനുള്ളൊരു സിസ്റ്റം നമുക്കുണ്ട്. വെളിച്ചം എന്നാണ് അതിന്റെ പേര്. അത് കൃത്യമായ സിലബസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്ര സൂറത്തുകൾ അല്ലെങ്കിൽ ഇത്ര ആയത്തുകൾ, ഇത്ര ജുസുകൾ, എങ്ങനെ കൃത്യമായ സിലബസ് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എളുപ്പത്തിൽ ഖുർആൻ പഠനം സാധ്യമാകുന്ന രൂപത്തിലാണ് ഈ വെളിച്ചം പഠന പദ്ധതി എന്നുള്ളത്. അതിന്റെ തഫ്സീറുകൾ, ആയത്തുകൾ പഠിക്കാം, അതിന്റെ കൃത്യമായ ക്ലാസ്സുകളുണ്ട്, ഓതാൻ പഠിക്കാം, തജ്വീദിലെ നിയമങ്ങൾ പഠിക്കാം, അർത്ഥങ്ങൾ പഠിക്കാം, ആശയങ്ങൾ പഠിക്കാം, തഫ്സീറുകൾ, വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാം. ഇതൊക്കെ ഇത്രമായ സിലബസ് ചുരുങ്ങിയ നാളുകൊണ്ട് നമുക്ക് പഠിച്ചു തീർത്താൽ അതിനൊരു പരീക്ഷ വരാനുണ്ട്. ആ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങുന്ന ആളുകൾക്ക് നല്ല സമ്മാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സംഘാടകർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചം പാഠപദ്ധതിക്കുള്ള നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ സഹായകമാകുന്ന ഒരു ബുക്ക് ഇന്ന് ജുമയ്ക്ക് ശേഷം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു ബുക്കിന് 50 രൂപയെ വില വരുന്നുള്ളൂ. അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ അത് സൗജന്യമായി ലഭിച്ചേക്കാം. ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വെളിച്ചം തഫ്സീർ ഖുർആൻ എത്തിക്കുന്നതിന് വേണ്ടി സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 50 രൂപയോ, ഒരു കോപ്പിക്ക് 50 രൂപ, എത്ര കോപ്പി വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്പോൺസർ ചെയ്യാം. അതിന്റെ കൗണ്ടറൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിന്റെ സംഘാടകർ ഇന്ന് ജുമയ്ക്ക് ശേഷം നിങ്ങളുമായിട്ട് സംസാരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ബുക്ക് വാങ്ങിക്കുക, വീട്ടിൽ പോയി ഇരുന്നുകൊണ്ട് നന്നായി പഠിക്കുക, അത് ഫോളോ ചെയ്യുക, ക്ലാസ്സുകളിൽ പങ്കെടുക്കുക.
ഖുർആനിന്റെ അഹ്ലുകാരായി കൂട്ടുകാരായി മാറാനുള്ള ഇത്തരം ശ്രമങ്ങൾ നമ്മൾ ഒഴിവാക്കരുത്. ദുനിയാവിന്റെ പല തിരക്കുകളിലും പെട്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതൊന്നും നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കില്ല. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മൾ പങ്കാളികളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കൃത്യമായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ വീഴ്ചകളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായ ശിഫയിലാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം അവർക്കും നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, ധാരാളം സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ഹറാമിന്റെ അംശങ്ങളിൽ നിന്ന്, എല്ലാ വിധത്തിലുമുള്ള ടെൻഷനുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സഹായം എത്രയും വേഗം ഉണ്ടാകുമാറാകട്ടെ. പ്രയാസപ്പെടുത്തുന്നവരുടെ കൈക്ക് അല്ലാഹു എത്രയും വേഗം പിടിക്കുമാറാകട്ടെ. നമ്മുടെ നാടിന് നിർഭയത്വമുള്ള, സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.